നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് ചേളന്നൂരിൽ ദേശീയപാതയ്ക്കായി കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിൽ പ്രതിഷേധം. നാട്ടുകാരുടെ പ്രതിഷേധത്തിൽ പോലീസുമായി ഉന്തും തള്ളും. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ ബന്ധുക്കൾ. 1 വർഷമായിട്ടും ഫോറൻസിക് പരിശോധനാ ഫലം നൽകിയില്ല. ഡോക്ടർമാരെ രക്ഷിക്കാൻ ആരോഗ്യവകുപ്പിന്റെ ശ്രമമെന്നും പരാതി. എറണാകുളം എടവനക്കാട് ശ്രേയസ് ആശുപത്രിക്കെതിരെ പരാതി. ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സ്ത്രീ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന കുടുംബം. കാസർഗോഡ് പടന്നക്കാട്ട് വാഹനാപകടത്തിൽ 2 മരണം. അപകടം KSRTC ബസും കാറും കൂട്ടിയിടിച്ച്. തിരുവനന്തപുരത്ത് വൻ നിക്ഷേപ തട്ടിപ്പ്. ധനകാര്യ സ്ഥാപനത്തിന്റെ മറവിൽ തട്ടിയത് 21 കോടി രൂപ. മുഖ്യപ്രതി പിടിയിൽ. പുതുവത്സര രാവിൽ ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കില്ല. കാർണിവൽ കമ്മിറ്റി തീരുമാനം ഔദ്യോഗിക ദുഃഖാചരണത്തിന്റെ പശ്ചാത്തലത്തിൽ. വെളി ഗ്രൗണ്ടിലെ ഗാലാഡി കൊച്ചിയുടെ പാപ്പാഞ്ഞി കത്തിക്കലിന് മാറ്റമില്ല. KSRTCക്ക് റെക്കോർഡ് ലാഭം. ഈ മാസം 24 വരെ 18 കോടി രൂപയുടെ ലാഭം നേടിയെന്ന KSRTC. അവധി ദിവസങ്ങൾ, മണ്ഡലകാലം എന്നിവ അനുകൂലമായി. ഇടുക്കി പീച്ചാട് പ്ലാമല റോഡിൽ യാത്രാക്ലേശം രൂക്ഷം. കാലങ്ങളായി തകർന്ന റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധം ശക്തം. തകർന്ന റോഡിൽ അപകടം പതിവ്. വാർത്തകൾ വിശദമായി. കോഴിക്കോട് ചേളന്നൂരിൽ ദേശീയപാതയ്ക്കായി കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പ്രതിഷേധത്തിനിടെ പോലീസുമായുള്ള ഉന്തിലും തള്ളിലും പരിക്കേറ്റ 3 പേരെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സുരക്ഷയിലാണ് കരാർ കമ്പനി മണ്ണെടുക്കുന്നത്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സുരേഷ് അദ്ദേഹത്തെയാണ് ആ പ്രതിഷേധം ആക്ഷേപമുള്ളത്. അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വൻ നിക്ഷേപ തട്ടിപ്പ്. ഗ്രാവിറ്റി വെഞ്ചേഴ്സ് നിധി ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ മറവിൽ 21 കോടി രൂപയാണ് തട്ടിയത്. തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിൽ മാത്രം ലഭിച്ചത് 17 പരാതികളാണ്. സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിലായി. ഗ്രാവിറ്റി വെഞ്ചേഴ്സ് നിധി ലിമിറ്റഡ് എന്ന പേരിൽ നിരവധി നിക്ഷേപകരിൽ നിന്നായി 21 കോടി രൂപയോളം തട്ടിയെടുത്ത സ്ഥാപനത്തിനെതിരെയാണ് നിയമ നടപടി ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്. ഗ്രേവിയൻ അസോസിയേഷൻ എന്ന പേരിലാണ് ഇപ്പോൾ ഈ സ്ഥാപനം അറിയപ്പെടുന്നത്. ശാസ്തമംഗലത്താണ് ഇവരുടെ പ്രധാനപ്പെട്ട ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇത് കൂടാതെ 5ഓളം മറ്റ് ബ്രാഞ്ചുകളുണ്ട്. ഈ ബ്രാഞ്ചുകളിലൂടെ 12.5% പലിശയ്ക്ക് നിക്ഷേപം സ്വീകരിക്കുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. പിന്നീട് ഇങ്ങനെ 21 കോടി രൂപ ഈ 5 ബ്രാഞ്ചുകളിലൂടെയായി ആ നിക്ഷേപമായി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പരാതികളിൽ നിന്ന് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. 2023 മുതൽ ഈ സ്ഥാപനത്തിനെതിരെ നിരവധി പരാതികൾ മ്യൂസിയം പോലീസിനും നെടുമങ്ങാട് പോലീസിനുമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ തന്നെ ബഡ്സ് ആക്ട് പ്രകാരം ഈ സ്ഥാപനത്തിനെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതുമാണ്. അതിനിടയിലാണ് ഇപ്പോൾ 17ഓളം പരാതികൾ ഒരുമിച്ച് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുകയും തുടർ നടപടികളുടെ ഭാഗമായി FIR രജിസ്റ്റർ ചെയ്ത് ഈ മാനേജിംഗ് ഡയറക്ടർമാർ, ഈ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർമാരിൽ ഒരാളായ
ബിജു കുമാരസ്വാമിയെ, മാർത്താണ്ഡം സ്വദേശിയായ ബിജുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. 3 മാനേജിംഗ് ഡയറക്ടർമാരാണ് സ്ഥാപനത്തിലുള്ളത്. അതിൽ പ്രധാനിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ബിജു കുമാരസ്വാമി. നിരവധി നിക്ഷേപകരിൽ നിന്നായി കോടിക്കണക്കിന് രൂപ ഈ ശാസ്തമംഗലത്തെ ബ്രാഞ്ചിൽ നിന്ന് തന്നെ നിക്ഷേപമായി ഇവർ സ്വീകരിച്ചിട്ടുണ്ട്. ഈ പണം തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിശദാംശങ്ങൾ. ഏതാണ്ട് 100ഓളം പരാതികൾ ഇനിയും ലഭിച്ചേക്കുമെന്നൊരു വിലയിരുത്തലാണ് പോലീസിനുള്ളത്. വ്യാപകമായ ഒരു അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മ്യൂസിയം പോലീസും നെടുമങ്ങാട് പോലീസുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി കണക്കിലെടുത്തുകൊണ്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്കോ മറ്റേതെങ്കിലും ഏജൻസികളിലേക്കോ കൈമാറുന്നതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി ലഭിച്ച അന്വേഷണത്തിലൂടെ കൃത്യമായ വിവരങ്ങൾ കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ബിജു കുമാരസ്വാമിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ശാസ്തമംഗലത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. MTയുടെ ചിതാഭസ്മം നിളയിൽ നിമഞ്ജനം ചെയ്തു. മരണാനന്തര ചടങ്ങുകൾ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രക്കടവിൽ നടന്നു. മകൾ അശ്വതി ഉൾപ്പെടെ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ ആശ എന്ന യുവതി മരിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. 1 വർഷം കയറിയിറങ്ങിയ ശേഷം ലഭ്യമായ ഫോറൻസിക് പരിശോധനാ ഫലം പോലും ആരോഗ്യവകുപ്പ് ബോധപൂർവം മറച്ചുവെക്കുകയോ ആണെന്ന് കുടുംബം ആരോപിച്ചു. ആരോപണ വിധേയരായ ഡോക്ടർമാരെ രക്ഷിക്കാൻ സംഘടിത നീക്കം ആരോഗ്യവകുപ്പും പോലീസും ചേർന്ന് നടത്തുന്നതായി ആശയുടെ ഭർത്തൃപിതാവ് ന്യൂസ് 18നോട് പറഞ്ഞു. കുട്ടികളെ കാണുമ്പോഴേ ഉള്ളൂ. 10-15 വയസ്സായ നമുക്ക് പ്രശ്നമില്ല. 5 വയസ്സ് 7 വയസ്സുള്ള കുട്ടികളാണ്. LKGയിലും ഒരാൾ ഇളയാൾ LKG പഠിക്കും, മൂത്തയാൾ 4ാം ക്ലാസ്സിൽ പഠിക്കും. ഇപ്പോഴും ദുഃഖമാണ്. നമ്മുടെ കുടുംബത്തിന്റെ നാടിയായിരുന്നു. നമുക്ക് ഓർക്കാൻ പറ്റില്ല. കുട്ടികളെ കാണുമ്പോൾ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവ നിർത്തൽ ശസ്ത്രക്രിയക്കിടയിൽ ഫാർമസിസ്റ്റായ ആശ മരിക്കുന്നത് കഴിഞ്ഞ ജനുവരി 19-നാണ്. അനസ്തേഷ്യയിലെ പിഴവ് മൂലമുണ്ടായ ഹൃദയ സംബന്ധമായ തകരാറാണ് ആശയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബം ആരോപിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അമ്പലപ്പുഴ പോലീസ് അന്ന് കേസെടുത്തു. വർഷം 1 ആകുമ്പോൾ കേസിന്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് പോലും കടക്കാൻ പോലീസിനായില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലത്തിനായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. 1 വർഷം കയറിയിറങ്ങിയ ശേഷം ആശയുടെ കുടുംബത്തിന് റിപ്പോർട്ട് ലഭ്യമായെന്ന വിവരം ലഭിച്ചു. എന്നാൽ ആരോഗ്യവകുപ്പ് ഒളിച്ചു കളിക്കുകയാണെന്ന് കുടുംബം ആരോപിക്കുന്നു. ആശ മരിച്ചിട്ട് അടുത്ത മാസം 19 ആകുമ്പോൾ ജനുവരി 19 1 വർഷം തികയാണ്. ഇന്ന് വരെ ഞങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നീതിയും ലഭിച്ചിട്ട്. നമ്മളൊരു വക്കീലിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഫോറൻസിക്കിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി, അതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കേസ് പോകാൻ പറ്റുള്ളൂ എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ DM ഓഫീസിൽ ആദ്യത്തെ 1 ദിവസം പോയി. അവൻ പറഞ്ഞു ഒരു ലെറ്ററും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് അവിടെ വീട് ചെന്നവൻ പറഞ്ഞു ആശയുടെ കേസാണ്, സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് ഫോറൻസിക്ക്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു കോപ്പി വേണമല്ലോ. അത് അതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയത്തില്ല, കോടതി മുഖാന്തരമായിരുന്നു കിട്ടുന്നത്. ഞാൻ 3 പ്രാവശ്യം പിന്നീട് എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി. കാരണം അവരെന്തോ കളിക്കുകയാണോ എന്ന് എനിക്ക് സംശയം. അതാണ് ഞാൻ അവിടെ പോയി. ആശ മരിക്കുമ്പോൾ ഇളയ കുഞ്ഞിന് 4ഉം മൂത്ത കുട്ടിക്ക് 7ഉം വയസ്സ് പ്രായം. ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ദുഃഖം രേഖപ്പെടുത്തി അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് സർക്കാർ ആ കുഞ്ഞുങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല. അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാകേണ്ട നഷ്ടപരിഹാര തുക പോലും പണമില്ലെന്ന് പറഞ്ഞ് നൽകിയില്ല. ഈ ഫോറൻസിക്കിനകത്ത് ഉള്ളുകളി ഉണ്ട്, അല്ലെങ്കിൽ വെച്ച് താമസിപ്പിക്കത്തില്ല. 2 മാസം കഴിഞ്ഞപ്പോൾ ഈ ഫോറൻസിക്കിന്റെ റിപ്പോർട്ട് DM ഓഫീസിൽ വന്നു. ആദ്യ അന്വേഷണം പറഞ്ഞ് DMO 45 നമ്മുടെ പഴയ DMO 45 ദിവസം ലീവാണെന്നും അതിന് പകരമുള്ള DM ആയിട്ട് ഇരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. മെഡിക്കൽ ബോർഡ് കൂടിയ ശേഷം ഫോറൻസിക് റിപ്പോർട്ട് നൽകാമെന്ന് പറഞ്ഞ ആലപ്പുഴ DMO 2 മാസമായി ഒളിച്ചു കളിക്കുകയാണ്. ആരോപണ വിധേയനായ ഡോക്ടർ ഇപ്പോഴും സർവീസിൽ ഒരു പ്രശ്നവുമില്ലാതെ തുടരുകയും ചെയ്യുന്നു. അമ്മ മരിച്ചു കഴിഞ്ഞാൽ 4 ലക്ഷം രൂപ കുട്ടികൾ ഫണ്ടിനായിട്ട് കൊടുക്കുമെന്ന് ഞാൻ പൊതുവെ പുറത്ത് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞതാണ്. അതനുസരിച്ചുള്ള എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും എൻ്റെ മകൻ ഇവിടെ ഉള്ളപ്പം കൊണ്ട് DM ഓഫീസർ കൊടുത്തതാണ്. അതിന് അന്വേഷണം പറയാം ട്രിവാൻഡ്രം സെക്രട്ടറിയോട് അയച്ചിട്ടുണ്ട്.
ഫണ്ടില്ലെന്നാണ് പറയുന്നത്. എന്ത് ഫണ്ടാ? മരണ ഫണ്ട് പോലും സർക്കാരിന് കൊടുക്കാനില്ലേ? ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു കോപ്പി വേണമല്ലോ. അത് അതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയത്തില്ല. അത് ചിലപ്പോൾ കോടതി മുഖാന്തരമായി നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ് എൻ്റെ കാണുന്നത്. ആശയുടെ പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയ അന്നത്തെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം ഡോക്ടർ കൃഷ്ണൻ ബാലചന്ദ്രന്റെ നേതൃത്വത്തിൽ വേണം ഫോറൻസിക് പരിശോധനാ ഫലം വിലയിരുത്തേണ്ടതെന്ന ആവശ്യവും കുടുംബം മുന്നോട്ട് വെക്കുന്നു. ചെയ്ത ഡോക്ടർക്കും ഓപ്പറേഷൻ ചെയ്ത കുട്ടപ്പൻ ഡോക്ടർ അദ്ദേഹം ഇപ്പം പുന്നപ്പറയിലെ സഹകരണ ആശുപത്രി ഗൈനക്കായിട്ട് വർക്ക് ചെയ്യുക. നീതി കിട്ടിയില്ലേ? എന്ത് ചെയ്തവരെ? എന്ത് ചെയ്തു? അവർക്ക് പ്രമോഷൻ. ഞങ്ങൾക്ക് എന്ത് കിട്ടി? ഞങ്ങളുടെ മകള് മരിച്ചു, ഞങ്ങളുടെ മകളെ കൊന്നു, അതേ ഉള്ളൂ. പഴവീട്ടിലെ വീട്ടിൽ അമ്മുമ്മയുടെയും അപ്പൂപ്പന്റെയും സംരക്ഷണയിൽ 2 കുഞ്ഞുങ്ങൾ വളരുന്നുണ്ട്. ഫോറൻസിക് പരിശോധനാ ഫലം ലഭ്യമായ ശേഷം മകൾക്ക് നീതിക്കായി കോടതിയെ സമീപിക്കാൻ 1 വർഷമായി കാത്തിരിക്കുന്ന അച്ഛനും അമ്മയുമുണ്ട്. നീതിക്കായി നിരന്തരം സർക്കാർ ഓഫീസുകളുടെ തിണ്ണനിരങ്ങി ഒടുവിൽ ജോലിക്കായി മടങ്ങിപ്പോയ ഭർത്താവുമുണ്ട്. നിരാശയുടെ പടുകുഴിയിലേക്ക് അവരെ തള്ളിയിടാൻ ശ്രമിക്കുകയാണ് ആരോഗ്യവകുപ്പും പോലീസും സർക്കാരും. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. ഗർഭാശയത്തിലെ മുഴ നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സ്ത്രീ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന പരാതിയുമായി കുടുംബം. എറണാകുളം ചെറായി സ്വദേശിനി ബിന്ദുവിന്റെ മരണത്തിൽ എടവനക്കാട് ശ്രേയസ് ആശുപത്രിക്കെതിരെ മകൾ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും ആവശ്യമായ എല്ലാ ചികിത്സയും നൽകിയിട്ടുണ്ടെന്നുമാണ് ആശുപത്രിയുടെ വിശദീകരണം. ഈ മാസം 20-ന് ഭർത്താവ് ഷിബുവിനൊപ്പം ഇരുചക്ര വാഹനത്തിലാണ് ബിന്ദു ആശുപത്രിയിലെത്തുന്നത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുന്നു എന്നതൊഴിച്ചാൽ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 48-കാരി ബിന്ദുവിന് തൊട്ടടുത്ത ദിവസം തന്നെ സർജറിയും നടത്തി. എന്നാൽ പിറ്റേന്ന് മുതൽ വേദന അനുഭവപ്പെട്ടു. ഡോക്ടറോടും ജീവനക്കാരോടും ഇക്കാര്യം പറഞ്ഞപ്പോൾ ആവശ്യമായ ഒരു പരിചരണവും നൽകിയില്ലെന്ന് ഭർത്താവ് ഷിബുവും മകൾ ഐശ്വര്യയും പറയുന്നു. ഡോക്ടറിനെ വിശ്വസിച്ചു, പക്ഷേ ഡോക്ടർ ചെയ്ത ഒരു കാര്യം ഒരു നീചമായിട്ടുള്ള പ്രവൃത്തിയായിപ്പോയി. അത് പരാതി കൊടുത്തിരിക്കുകയാണ്. സർക്കാരിലും ആരോഗ്യവകുപ്പിലും അതുപോലെ തന്നെ പോലീസിലും അതിയായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഈ ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്, മെഡിക്കൽ പ്രൊഫസർ സുനിൽ ഡോക്ടർ, അകത്ത് എന്താണ് സംഭവിച്ചാക്കണമെന്ന് ഞങ്ങൾക്ക് ഇത് ഒരു സർജറിയോടുകൂടി തുറന്നു നോക്കണം. പക്ഷേ BP ലെവൽ വളരെ കുറവാണ്. അതുകൊണ്ട് ഇത് ഒരു ഭയങ്കര റിസ്ക്കാണിത്. പക്ഷേ ആ റിസ്ക്കിനെ തരണം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് തുറന്ന് നോക്കാണ്ടിരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് സർജറിക്ക് വേണ്ടി തയ്യാറായി സർജറി ചെയ്തവർ. സർജറി ചെയ്തിട്ട് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് വന്നിട്ട് പുറത്ത് വന്നിട്ട് ഈ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് ഇത് ഇൻറ്റേർണൽ ബ്ലീഡിങ് വന്നു, അതായത് ഓപ്പറേഷൻ സമയത്തോ എങ്ങനെയോ. അപ്പോൾ നമ്മൾ ചോദിച്ചു, സാറേ അങ്ങനെ ഇൻറ്റേർണൽ ബ്ലീഡിങ് വരണമെന്നുണ്ടെങ്കിൽ മുറിവ് എന്തെങ്കിലും വരുമല്ലോ, അതെങ്ങനെ സംഭവിച്ചു? അത് ഞാൻ പറയൂല. മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് വൈകിപ്പിച്ചെന്നും കുടുംബം പരാതിപ്പെടുന്നു. ആവശ്യമായ ചികിത്സാ സംവിധാനങ്ങളില്ലാതെയാണ് ശസ്ത്രക്രിയകളടക്കം ഇവിടെ നടത്തുന്നതെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഈ ശ്രേയസ് ഹോസ്പിറ്റൽ എന്ന ഹോസ്പിറ്റൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ കേപ്പബിൾ ഫോർ ഹാൻഡ്ലിംഗ് എനി കോംപ്ലിക്കേഷൻസ് ആഫ്റ്റർ ദിസ് ടൈപ്പ് ഓഫ് സർജറീസ്. 2 സർജറി ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഒന്നുമില്ല, എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല അവിടെ. ഓക്കെ, അതിനുശേഷം 21-ന് സർജറി കഴിഞ്ഞതിന് ശേഷം 22nd സംവാട്ട് ഓക്കെ ആയിരുന്നു. 22nd മിഡ് നൈറ്റിൽ ഷീ വാസ് സ്റ്റാർട്ടഡ് പെയിൻ കംപ്ലയിൻറ്റ് ചെയ്തു പേഷ്യൻറ്റ് മിഡ് നൈറ്റിൽ. അത് ഈ ഡോക്ടർ അബ്ദുൽ വഹാബിൻ്റെ ട്രീറ്റ്മെൻറ്റ് സമ്മറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. 23-ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ബിന്ദുവിനെ എത്തിക്കുമ്പോഴേക്കും ആന്തരിക അവയവങ്ങൾക്കുൾപ്പെടെ അണുബാധയേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്നു. 25-ന് മരണം സംഭവിച്ചു. ബിന്ദുവിൻ്റെ മകളുടെ പരാതിയിൽ മുനമ്പം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. എന്നാൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് എല്ലാ ചികിത്സയും നൽകിയിട്ടുണ്ടെന്നും പിഴവുകൾ ഇല്ലെന്നുമാണ് ആശുപത്രി ഉടമ ഡോക്ടർ അബ്ദുൽ വഹാബിന്റെ വിശദീകരണം. ന്യൂസ് 18 കൊച്ചി. കേരളത്തെ ഞെട്ടിച്ച കൊല്ലം അഞ്ചൽ ഉത്ര വധക്കേസ് പ്രതി സൂരജിന് അടിയന്തര പരോൾ കിട്ടാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന കണ്ടെത്തൽ. അച്ഛന് ഗുരുതര രോഗമുണ്ടെന്ന് എഴുതിച്ചേർത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത്. സംഭവത്തിൽ പൂജപ്പുര പോലീസ് കേസെടുത്തു.
ഭാര്യ ഉത്രയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുകയാണ് പ്രതി സൂരജ്. വ്യാജ സർട്ടിഫിക്കറ്റിൽ ജയിൽ അധികൃതർ നടത്തിയ വിശദമായ പരിശോധനയാണ് തട്ടിപ്പ് പൊളിച്ചത്. അച്ഛന് ഗുരുതര അസുഖമെന്ന് പറഞ്ഞായിരുന്നു പരോളിന് ശ്രമം. ചില രേഖകളും ഹാജരാക്കി. ഇതിലായിരുന്നു ജയിൽ ഉദ്യോഗസ്ഥരുടെ പരിശോധന. സംഭവത്തിൽ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ പൂജപ്പുര പോലീസ് കേസെടുത്തു. ഭാര്യയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് സൂരജിനെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത്. 2021 ഒക്ടോബർ 13-നാണ് കോടതി 17 വർഷം തടവും ശേഷം കഠിന തടവും വിധിച്ചത്. പരോളിന് സൂരജ് അപേക്ഷ നൽകിയെങ്കിലും തള്ളിയിരുന്നു. ഇതിനിടെയാണ് വ്യാജരേഖ സമർപ്പിച്ചത്. സർട്ടിഫിക്കറ്റിന്റെ കോപ്പി പുറത്തുവരണമെന്ന് ഉത്രയുടെ പിതാവ് വിജയസേനൻ പറഞ്ഞു. സൂരജ് ഉൾപ്പെടെ 4 പ്രതികളും വ്യാജരേഖകൾ ഹാജരാക്കി കോടതിയെ നിരന്തരം കബളിപ്പിക്കുകയാണെന്നും കുടുംബം ആരോപിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് പടന്നക്കാട്ട് KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. കണ്ണൂരിൽ നിന്നും കാസർഗോഡേക്ക് പോവുകയായിരുന്ന KSRTC ബസും നീലേശ്വരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. KV ബൈജു ഉണ്ട് വിവരങ്ങളുമായി. ബൈജു, എവിടത്തുകാരാണ്, എങ്ങനെയാണ് അപകടം സംഭവിച്ചത്, എന്താണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? 12 മണിയോട് കൂടിയാണ് ഈ വലിയ അപകടമുണ്ടായത്. കണ്ണൂരിൽ നിന്നും കാസർഗോഡേക്ക് പോവുകയായിരുന്ന TT, അതും ഈ കാറ്, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം എത്രത്തോളം വലിയ ഒരു അപകടമാണെന്നത്. കാറ് ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായും കാറ് തകരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. 3 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെ 5 പേരാണ് ഈ കാറിനകത്ത് ഉണ്ടായിരുന്നത്. ഡ്രൈവർ ഉൾപ്പെടെ ആണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും കാറ് വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തേക്കെടുത്തത്. ഇവരെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ 2 സ്ത്രീകളെ കണ്ണൂരിലെ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഇത് സ്ഥിരമായി ഒരു അപകടം നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. പടന്നക്കാട് മേൽപ്പാലത്തിന് തൊട്ട് സമീപം സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു പ്രദേശമാണ്. നേരത്തെ ന്യൂസ് 18 തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഇവിടെ അപകട പരമ്പര കുറിച്ച്. പടന്നക്കാട് മേൽപ്പാലത്തിന് തൊട്ട് താഴെ ഇത്തരത്തിൽ നിരവധി അപകടം നടക്കുന്നത്. ഏതായാലും KSRTC ബസ് വളരെ ഒതുക്കി സൈഡിലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കാറ് മറ്റൊരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്ത് നമുക്ക് ഈ KSRTCയുടെ ദൃശ്യം കൂടി കാണാം. ആ ബസ് അത്രത്തോളം അവർ അരികിലാണ് അത് ഉണ്ടായിരുന്നത്. ഈ കാറ് ഓവർടേക്ക് ചെയ്ത് വന്ന് ഈ ബസ്സിന് അടിയിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്. ഇടിയുടെ ആഘാതത്തിലാണ് ഈ കാർ പൂർണ്ണമായും തകർന്നത്. ഇത് ദേശീയപാത ഈ നവീകരണം നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെ ഒരു വശത്തു കൂടി മാത്രമാണ് ഈ 2 വാഹനങ്ങൾ, 2 ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളും കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടം കൂടുതലായി ഇവിടെ ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ വലിയ തോതിൽ പരാതിയേറുന്ന ഒരു സംഭവമാണ്. ഈ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഇപ്പോൾ ഈ അപകടത്തിൽ മരണപ്പെട്ടതും. KV ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. ജാതിമതങ്ങളുടെ പേരിൽ പരസ്പരം കലഹിക്കുന്ന കാലത്ത് മാനവ സൗഹാർദ്ദത്തിന് എന്നും മാതൃകയാണ് കേരളം. അതിനൊരു ഉദാഹരണമാണ് കായംകുളത്തെ ഒരു കാഴ്ച. ഇരുമുടിക്കെട്ട് ഘോഷയാത്രയ്ക്ക് സ്വീകരണമൊരുക്കിയത് കായംകുളം പുല്ലൂക്കുളങ്ങര ജുമാ മസ്ജിദിൽ. ശബരിമല മണ്ഡലകാലത്ത് മാതൃകയാവുകയാണ് കായംകുളം പുല്ലൂക്കുളങ്ങരയിലെ ജനങ്ങൾ. ആ കാഴ്ച കാണാം. ശബരിമല അയ്യനുള്ള ഇരുമുടിക്കെട്ട് ഘോഷയാത്രയ്ക്ക് മുസ്ലിം ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളി അങ്കണത്തിൽ സ്വീകരണം നൽകിയാണ് മാതൃകയായത്. കായംകുളം പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര അയ്യപ്പ സേവാ സമിതി മുഴങ്ങടിക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും വർഷം തോറും നടത്തിവരാറുള്ള ഇരുമുടിക്കെട്ട് ഘോഷയാത്രയ്ക്കാണ് പുല്ലുകുളങ്ങര ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മസ്ജിദ് അങ്കണത്തിൽ സ്വീകരണം നൽകിയത്. പുല്ലുകുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് കർപ്പൂര ദീപത്തിന്റെയും താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അയ്യപ്പരഥത്തിന്റെയും അകമ്പടിയോടെ ആരംഭിച്ച ഇരുമുടിക്കെട്ട് ഘോഷയാത്ര മസ്ജിദിന് മുന്നിൽ എത്തിയപ്പോഴായിരുന്നു സ്വീകരണം. ഏറെ നേരം പള്ളിമുറ്റത്ത് തങ്ങിയ ഘോഷയാത്രാ സംഘം ഇവിടെ നിന്നും 1/4 നൂറ്റാണ്ടിലേറെ കാലമായി നടത്തിവരുന്ന ചടങ്ങിന് പള്ളിയിൽ നിന്നും നൽകിയ സ്വീകരണം ഭക്തർക്ക് വേറിട്ട അനുഭവമായി. ഘോഷയാത്രയ്ക്ക് അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് ഗോപകുമാർ, സെക്രട്ടറി രാജ്മോഹൻ, വൈസ് പ്രസിഡന്റ് ഷിബു എന്നിവർ നേതൃത്വം നൽകി. പുല്ലുകുളങ്ങര ജുമാ മസ്ജിദ് കമ്മിറ്റി നൽകിയ സ്വീകരണത്തിന് ഇമാം നവാസ് ബഖവി, സെക്രട്ടറി ഇ സവാദ് എന്നിവർ അയ്യപ്പന്മാരെ സ്വീകരിക്കുന്നതിന് നേതൃത്വം നൽകി. ന്യൂസ് 18 കായംകുളം. കോഴിക്കോട് നരിക്കുനി നെടിയനാട് തൃക്കൈക്കുന്ന മഹാദേവ ക്ഷേത്രത്തിൽ മണ്ഡലം 41 മഹോത്സവം വിപുലമായി കൊണ്ടാടി. 3ാമത് ലക്ഷം ദീപ സമർപ്പണവും 41 ദിവസം വിവിധ ഇനം കലാപരിപാടികളും ക്ഷേത്രത്തിൽ അരങ്ങേറി. പൊന്നടുക്കത്തില്ലത്ത് നിന്നും ആഴി തെളിയിച്ച് താലപ്പൊലിയും വാദ്യമേള അകമ്പടിയോടുകൂടി കർപ്പൂരാഴിയും നടത്തി.
തിരുവനന്തപുരം വർക്കല വെട്ടൂരിൽ ലഹരി മാഫിയ ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 4 പേർ അറസ്റ്റിൽ. വെട്ടൂർ സ്വദേശികളായ ഹായിസ്, നൂഹു, സെയ്താലി, ജസീം എന്നിവരാണ് പിടിയിലായത്. 5-ാം പ്രതി ആഷിർ നേരത്തെ പിടിയിലായിരുന്നു. വെട്ടൂർ തീരത്തെ ഷെഡിൽ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇടുക്കി പീച്ചാട് പ്ലാമല റോഡിൽ യാത്രാക്ലേശം രൂക്ഷം. കാലങ്ങളായി തകർന്ന റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. പീച്ചാട് പ്ലാമല റോഡ് നിറയെ കുണ്ടും കുഴിയുമാണ്. ഉൾഗ്രാമമായതിനാൽ വലിയ യാത്രാ ദുരിതമാണ് നാട്ടുകാർ നേരിടുന്നത്. വർഷങ്ങളായി റോഡ് തകർന്നിട്ട്. പള്ളിവാസൽ പഞ്ചായത്തിലെ മാങ്കുളം, കുരിശുപാറ, പീച്ചാട് മേഖലകളിൽ നിന്നും അടിമാലിയിലേക്ക് എളുപ്പത്തിൽ എത്താനാകുന്ന പാത കൂടിയാണിത്. നാട്ടുകാർ പലവട്ടം പരാതി നൽകി, ഫലമുണ്ടായില്ല. ദൈനംദിനം കുഴികൾ വലുതാകുകയും യാത്രാക്ലേശം വളരെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ ആനക്കുളം തുടങ്ങിയുള്ള ടൂറിസം മേഖലയിലേക്കും കോട്ടപ്പാറ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലേക്കുമൊക്കെ നിരവധി വിദേശികളടക്കമുള്ള ടൂറിസ്റ്റുകൾ എത്തുന്ന ഈ മേഖലയിൽ എത്രയും വേഗം സാധാരണക്കാരായ ആളുകൾക്കും ഒരു ആശുപത്രി തുടങ്ങിയുള്ള ആവശ്യങ്ങൾക്ക് പോകുന്നതിനുമൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ നിർമ്മാണ ജോലികൾ നടത്തി ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തുകൊണ്ട് യാത്ര സുഗമമായി പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. തകർന്ന റോഡിൽ അപകടം പതിവായി. മാങ്കുളത്തേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്ത് ഇത്തവണ പാപ്പാഞ്ഞിയെ കത്തിക്കില്ല. പുതുവത്സര റാലിയും റദ്ദാക്കി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് കാർണിവൽ കമ്മിറ്റിയുടെ തീരുമാനം. അതേസമയം ഗാലാഡി കൊച്ചി വെളി മൈതാനത്ത് നിശ്ചയിച്ച പരിപാടികളിൽ മാറ്റമില്ല. ഫോർട്ട് കൊച്ചിയിൽ ഇക്കുറി 2 പപ്പാഞ്ഞിമാരെ കത്തിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഒന്ന് ഗാലഡി കൊച്ചി, അതോടൊപ്പം തന്നെ മറ്റൊന്ന് പരേഡ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന പപ്പാഞ്ഞി. അതാണ് കാലങ്ങളായിട്ട് തന്നെ കത്തിക്കുകയും ചെയ്യുന്നത്. എന്നാൽ പരേഡ് ഗ്രൗണ്ടിൽ ഉള്ള പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് അത് മാറ്റിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപിച്ചിട്ടുള്ള ഔദ്യോഗിക ദുഃഖാചരണം, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആഘോഷ പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് ഒഴിവാക്കിയിട്ടുള്ളത്. എന്നാൽ പപ്പാഞ്ഞിയെ അവർ ഉയർത്തും, പക്ഷെ കത്തിക്കുന്നില്ല. മറ്റ് ആഘോഷങ്ങളും എല്ലാം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒപ്പം സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാർണിവൽ അത് മറ്റൊരു ദിവസത്തേക്ക് നടത്തുന്നതിന് വേണ്ടി അവർ സബ് കളക്ടറുമായിട്ട് ചില കൂടിയാലോചനകളും നടത്തുന്നുണ്ട്. ഗാലഡി കൊച്ചിയുടെ നേതൃത്വത്തിലുള്ള ഈ വെളി ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടികൾ, അതിൽ പപ്പാഞ്ഞിയെ കത്തിക്കുന്നതിന് അനുമതി അവർക്ക് നൽകിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഗാലഡി കൊച്ചിയുടെ വെളി ഗ്രൗണ്ടിലുള്ള പപ്പാഞ്ഞി രൂപം. ഏതായാലും ഇതിന് എല്ലാവിധ അനുമതിയും നൽകിയിരിക്കുന്നു. കഴിഞ്ഞ തവണ അതിൽ ഉണ്ടായിരുന്നില്ല. ഇക്കുറി കർശന ഉപാധികളോടുകൂടിയാണ് അതിന് പപ്പാഞ്ഞി കത്തിക്കുന്നതിന് അനുമതി നൽകിയിരിക്കുന്നത്. നമുക്കൊപ്പം ഗാലഡിയുടെ സംഘാടകർ ചേരുന്നു. കൗൺസിലറാണ് ബെൻഡിക് ഫെർണാണ്ടസ്. ബഹുമാനപ്പെട്ട കോടതി നമ്മളോട് ചില ഡയറക്ഷൻസുകൾ നമുക്ക് അനുമതി തന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ ഡയറക്ഷൻസ് എന്തായാലും 100% നമ്മൾ ഏകദേശം 90% പാലിക്കും. ഇന്നത്തോടെ 100% ആദ്യം പറഞ്ഞത് ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട് 70 അടിയാണ്. അതിപ്പോൾ നമ്മളൊരു 105 അടി ഫെൻസിങ് ഇട്ട് കഴിഞ്ഞു. രണ്ടാമത് പറഞ്ഞത് പപ്പ കത്തിക്കുമായി ബന്ധപ്പെട്ട് ഫയർ എഞ്ചിൻ്റെ പ്രശ്നമാണ്. ഫയർ എഞ്ചിൻ 31-ാം തീയതി ഉച്ചയോടെ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കും. ഫയർ ഉദ്യോഗസ്ഥരും പ്രവേശിക്കും. മൂന്നാമത് പറഞ്ഞത് മെഡിക്കൽ ടീമാണ്. ആ മെഡിക്കൽ ടീമുമായി ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റൽ നമുക്ക് കൃത്യമായി മെഡിക്കൽ ടീമിനെ സജ്ജമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നാലാമത്തെ പറഞ്ഞത് വിദേശികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യേക പവലിയൻ വേണം എന്നുള്ളതാണ്. ആ പവലിയൻ ഇന്ന് വൈകുന്നേരത്തോടെ അത് പൂർത്തീകരിക്കും. അഞ്ചാമത് പറഞ്ഞത് പോലീസിനൊരു വാച്ച് ടവർ വേണം എന്നാണ്. അതും നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആറാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ക്യാമറ നിരീക്ഷണം ഉണ്ടാവണം. 42ഓളം ക്യാമറകൾ ഈ ഗ്രൗണ്ടിന് ചുറ്റും വെച്ച് തുടർന്ന് അതിൻ്റെ മോണിറ്ററിംഗ് സിസ്റ്റം പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞത്രയും കാര്യങ്ങൾ പൂർണ്ണമായി നമ്മൾ ചെയ്ത് ക്രമീകരിച്ചു. കൂടുതൽ തിരക്കെല്ലാം വരാനുള്ള സാധ്യതകളെല്ലാം തന്നെയുണ്ട്. മറ്റേ പരേഡ് ഗ്രൗണ്ടിലെല്ലാം ഒഴിവാക്കിയ സ്ഥിതിക്ക് അത് നമ്മൾ സജ്ജമാണ്. പോലീസ് നിർദ്ദേശിച്ച പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സജ്ജമാണ്. ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം വളരെയധികം ആവശ്യത്തിലാണ്. ഇതാണ് എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും എല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു എന്നതാണ്. കാരണം ഇവിടെ ഏതാണ്ട് 7.5 ഏക്കറോളം സ്ഥലത്താണ് ഈ വെളി മൈതാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും ഇവിടുത്തെ കടകളും കാര്യങ്ങളും എല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് വരുന്നവരെ ഉൾക്കൊള്ളാൻ പര്യാപ്തമായ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചുകൊണ്ട് തന്നെ ഫോർട്ട് കൊച്ചിയിലെ വെളി ഗ്രൗണ്ടിൽ തയ്യാറാക്കിയിട്ടുള്ള പപ്പാഞ്ഞിയെ കത്തിക്കാനായിട്ട് അവർ ഇതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളുമെല്ലാം തന്നെ
പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മറ്റ് ആശങ്കകളില്ലാതെ തന്നെ പുതുവത്സരാഘോഷങ്ങൾ പൂർണ്ണമായും തന്നെ നടത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പറയുകയും ചെയ്യുന്നു. അതേസമയം തന്നെ കാലാകാലങ്ങളായി ഉണ്ടാകുന്ന ഇവിടെ പരേഡ് ഗ്രൗണ്ടിലുള്ള പപ്പാഞ്ഞിയുടെ രൂപം അത് കത്തിക്കുന്നില്ല. അതിൻ്റെ ഒരു മാനദണ്ഡം ഇതാണ്. ഈ ദുഃഖാചരണം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. കാർണിവൽ റാലി നടത്താൻ മറ്റൊരു ദിവസത്തേക്ക് സാവകാശം തേടിയിട്ടുണ്ട്. തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയെ സന്ദർശിച്ച് പാണക്കാട് സാദിഖ് അലി തങ്ങൾ. തലശ്ശേരി ബിഷപ്പ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇല്ലെന്നും ഇത്തരം കൂടിക്കാഴ്ച കേരള സമൂഹത്തിന്റെ ഭാവിക്ക് ആവശ്യമെന്നും ജോസഫ് പാംപ്ലാനി പറഞ്ഞു. പരസ്പരം മനസ്സിലാക്കാനും ഒരുമിച്ച് നീങ്ങാവുന്ന എല്ലാ മേഖലകളിലും ഒരുമിച്ച് നിൽക്കാനുമുള്ള ഒരു ചിന്തകളാണ് അത്. ഈ ഒരു ചർച്ചയിൽ മാത്രമല്ല, കേരള സമൂഹത്തിന്റെ ഭാവിക്ക് അത് വളരെ ആവശ്യമാണ് എന്ന് ഞങ്ങൾ ഒരുമിച്ച് മനസ്സിലാക്കും. കർഷകരെ ദ്രോഹിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം നമ്മുടെ മുമ്പിലുണ്ട്. ആ വിഷയങ്ങളിലേക്ക്, അടിസ്ഥാന വിഷയങ്ങളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒറ്റപ്പെട്ട വിഷയങ്ങൾ ആർച്ച് ബിഷപ്പിന്റെ പല പ്രസ്താവനകളും മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്നതാണെന്ന് സാദിഖ് അലി തങ്ങൾ പ്രതികരിച്ചു. മുനമ്പം വിഷയത്തിൽ സമുദായങ്ങൾ തമ്മിൽ ഇടർച്ചയുണ്ടാവാൻ പാടില്ലെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഊർജ്ജം